ക്ലാസ് 5 മലയാളം 2024-25 പുതിയ സിലബസ് പ്രകാരമുള്ള മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു പാരഗ്രാഫ് ഒരു ഖണ്ഡിക തരും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് താഴെ ഉണ്ടാവില്ല, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതായത് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ആയിരിക്കും. ഇവിടെ തന്ന പാരഗ്രാഫ് സമ്മാനം. ഡിസംബറിലെ മഞ്ഞ് പെയ്യുന്ന ഒരു ദിവസമായിരുന്നു അത്. നാളെയാണ് ക്രിസ്മസ്. പടക്കം പൊട്ടിച്ചും കളികളിൽ ഏർപ്പെട്ടും കുട്ടികൾ ആ തെരുവിനെ ശബ്ദമുഖരിതമാക്കി. എല്ലാ വീടുകൾക്കും മുമ്പിലും നക്ഷത്ര വിളക്കുകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ശാന്തിദൂതനായ ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ആ തെരുവിലെ വീടുകളെല്ലാം ആഹ്ലാദപൂർവ്വം തയ്യാറെടുക്കുകയായിരുന്നു. ഒരു വീടൊഴികെ. ജിമ്മിൻ്റെയും ഡെല്ലയുടെയും വീടായിരുന്നു അത്. ഒരു ദരിദ്ര ഭവനം. വളരെ ബുദ്ധിമുട്ടിയാണ് ജിമ്മും ഡെല്ലയും ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത്. എങ്കിലും ഡെല്ല ചിലവ് ചുരുക്കി മിച്ചം വരുന്ന നാണയത്തുട്ടുകൾ ഒരു കുടുക്കയിൽ ഇട്ട് വെക്കുമായിരുന്നു. ഉറുമ്പുകൾ അരിമണി കൂട്ടിവെക്കും പോലെയായിരുന്നു അത്. കുടുക്കയിലെ പണം കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങണമെന്നായിരുന്നു ഡെല്ലയുടെ ആഗ്രഹം. ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങാൻ അവൾ ആ കുടുക്ക പൊട്ടിച്ചു. പക്ഷേ സമ്മാനം വാങ്ങാനുള്ള പണം അതിൽ ഇല്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ലിയോ ഹെൻറിയുടെ സമ്മാനം എന്നുള്ളൊരു ഖണ്ഡികയാണിത്. അതിനുള്ള ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ചോദ്യം, ഏത് ആഘോഷത്തെക്കുറിച്ചാണ് കഥയിൽ പറയുന്നത്? ഏതാഘോഷമാണല്ലേ? ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ഡെല്ലയുടെ ആഗ്രഹം എന്തായിരുന്നു? ഡെല്ലയുടെ ആഗ്രഹം എന്താണ്? വീട് വെക്കണം എന്നാണോ? ജിമ്മിന് ക്രിസ്മസ് സമ്മാനം വാങ്ങണമെന്നുള്ളതായിരുന്നു ഡെല്ലയുടെ ആഗ്രഹം. തേർഡ് ക്വസ്റ്റ്യൻ, ഡെല്ലയുടെ കണ്ണ് നിറയാനുള്ള കാരണമെന്ത്? ധാരാളം പണം കിട്ടിയതാണോ? സമ്മാനം വാങ്ങാൻ പണം തികയാതിരുന്നത്. സമ്മാനം വാങ്ങാൻ പണം തികയാതിരുന്നതാണ് കണ്ണ് നിറയാനുള്ള കാരണം. 4, ജിമ്മിൻ്റെയും ഡെല്ലയുടെയും ജീവിത സാഹചര്യം എങ്ങനെയുള്ളതായിരുന്നു? എങ്ങനെയുള്ളതാണ്? അവരുടെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിത സാഹചര്യമാണ് അല്ലേ? ആഡംബരം നിറഞ്ഞതാണോ? അല്ല. 5, മഞ്ഞ് എന്ന പദത്തിന് പകരം പദം എഴുതുക. മഞ്ഞിൻ്റെ പകരം ഏതാണ്? ഹിമം എന്നാണല്ലേ. മഞ്ഞ് എന്നുള്ള വേറൊരു അർത്ഥം വരുന്ന വാക്കാണ് ഹിമം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ പാരഗ്രാഫിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഓരോന്ന് ക്രിസ്മസും ഡെല്ലയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതൊക്കെ ചോദ്യത്തിന് ഉത്തരം ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. അപ്പോൾ അത് നന്നായി വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2 പ്രവർത്തനം 2, താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം താരതമ്യം ചെയ്തിട്ടുള്ള കുറിപ്പ് എഴുതാനാണ് 2 ഖണ്ഡികകൾ താരതമ്യം ചെയ്തിട്ട് എഴുതാനല്ലേ. അത് രണ്ടും വ്യത്യാസങ്ങൾ എന്തൊക്കെ, സാമ്യതകൾ എന്തൊക്കെയെന്നൊക്കെ അനുസരിച്ചിട്ടാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്, അമ്മ അരുൺ KPയുടെ. ക്വസ്റ്റ്യനെ മുകളിൽ കൊടുത്ത അമ്മ എന്ന കവിതയും പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന പാഠഭാഗവും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇത് രണ്ടും താരതമ്യം ചെയ്യുക എന്നിട്ട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത്. ഈ അമ്മ എന്നുള്ള ഈ കവിതയും അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ അമ്മ എന്നുള്ള പൊൻകുന്നം വർക്കിയുടെ കവിതയും ഉണ്ട്. രണ്ടിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, സാമ്യതകൾ എന്തൊക്കെയാണ് ഒരുപോലെയാണ്. അപ്പോൾ അത് താരതമ്യം ചെയ്തിട്ട് വിശകലനം ചെയ്തിട്ട് കുറിപ്പ് പോലെ ഇതാണ് വേണ്ടത്. അമ്മ എന്നുള്ള ഈ കവിതയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു നിലവിളക്കു പോലെ കതാരിൽ എപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊയ്ക്കയാണമ്മ. അമ്മൻ്റെ ഓർമ്മകളാണ് ഇതിൽ പറയുന്നത് അല്ലേ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥയാണ് എനിക്കമ്മ ഗുരുനാഥയാണ്, എനിക്കെല്ലാം പഠിപ്പിച്ചു തന്ന ഗുരുനാഥയാണ്. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. പാദങ്ങൾ ഇടറാതെ ഇരുൾവഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നുമ്മ. ജീവിതപാതയിൽ വെയിലേറ്റു വാടവേ സ്വാന്തന തണലാണെൻ്റെ അമ്മ അമ്മ തണലാണ്, ഇരുളിലൊക്കെ വെളിച്ചമാണ് അമ്മയെക്കുറിച്ചിട്ടുള്ളൊരു കവിതയാണ്. നമ്മുടെ ബുക്കിലുള്ള എൻ്റെ അമ്മ എന്നുള്ള കവിതയായിട്ട് താരതമ്യം ചെയ്യണം. അത് നോക്കാം. താരതമ്യക്കുറിപ്പാണിത് താരതമ്യം ചെയ്തിട്ട് ഈ 2 കവിതകളും താരതമ്യം ചെയ്തിട്ടുള്ള കുറിപ്പ് പാവപ്പെട്ട കർഷക കുടുംബമാണ് പൊൻകുന്നം വർക്കിയുടേത്. പാവപ്പെട്ട ഒരു കർഷക കുടുംബമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പൊൻകുന്നം വർക്കിയുടേത് വീട്ടുകാര്യങ്ങൾ നോക്കാൻ അമ്മ മാത്രമേയുള്ളൂ. വിദ്യാഭ്യാസം ഇല്ലാത്തതിനാൽ കൂലിപ്പണി ചെയ്താണ് മക്കളെ പോറ്റുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് കൂലിപ്പണി ചെയ്ത് പോറ്റുന്ന ഒരമ്മയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പരിപരുത്ത ജീവിതാനുഭവങ്ങൾ കാരണം മക്കളോട് സ്നേഹപൂർവ്വം പെരുമാറാനോ അവരുടെ പഠനത്തെ ശ്രദ്ധിക്കാനോ കഴിയുന്നില്ല. പഠനത്തിൽ ശ്രദ്ധിക്കാനൊന്നും കഴിയാത്തൊരമ്മയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നമ്മൾ ഈ ചോദ്യത്തിൽ തന്ന അമ്മ അങ്ങനെയല്ലല്ലോ, എല്ലാം നോക്കുന്ന അമ്മയാണ്. അപ്പോൾ താരതമ്യം ചെയ്തിട്ടാണല്ലേ, ഓരോന്നും താരതമ്യം ചെയ്തിട്ടാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു അമ്മയുടെ മാനസിക അവസ്ഥകളിലൂടെയും അവരുടെ മകനായ പൊൻകുന്നം വർക്കിയുടെ പല സാഹചര്യങ്ങളുമാണ് ഈ അമ്മ എന്ന കവിതയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്.
അരുൺ KP എഴുതിയ അമ്മ എന്ന കവിതയിലും അമ്മയും കുട്ടിയും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൻ്റെ ആയമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ ഈ ക്വസ്റ്റ്യനിലുള്ള അമ്മ എന്ന കവിത അല്ല അരുൺ KP ആണ് എഴുതിയത്. അതിൽ എന്താണ് അമ്മയും കുട്ടിയും തമ്മിലുള്ള വൈകാരിക ബന്ധം തന്നെയാണ് കാണുന്നത്. പക്ഷെ എന്താണ് നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണെന്നും ജീവിതപാതയിൽ സ്വാന്തനമേകുന്ന തണൽമരമായും അമ്മയെ കാണിച്ചിരിക്കുന്നു. എല്ലാം നോക്കുന്ന ഒരു അമ്മയായിട്ടാണ് ഈ കവിതയിലുള്ള അമ്മയെ കാണിച്ചിട്ടുള്ളത്. എല്ലാ പാഠങ്ങളും ഇല്ലേ. ഇവിടെ ഈ നമ്മുടെ ബുക്കിലുള്ള അമ്മ എന്താണ് പഠിപ്പിക്കാനൊന്നും നേരമില്ലാത്ത കൂലിപ്പണിക്ക് പോകുന്ന അമ്മയാണ് അല്ലേ. കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അമ്മയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഈ കവിതയിലൂടെ മനസ്സിലാക്കി തരുന്നു. രണ്ട് കവിതയിലും അമ്മയും കുട്ടിയും എന്നുള്ള സ്വാധീനം അല്ലേ. ഇവിടെയാണെങ്കിലും ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണെങ്കിലും അമ്മയാണ് കുട്ടിയുടെ അല്ലേ കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതൊരു പാവപ്പെട്ട അമ്മയായിരുന്നു, പാവപ്പെട്ട വീട്ടിലല്ലേ. ഈ അമ്മയും അതുപോലെ തന്നെ കുട്ടി എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു അമ്മയാണ്. രണ്ടും സ്വാതന്ത്ര്യം അല്ലേ. രണ്ടും അമ്മയുടെ സ്വാധീനമാണ് എത്രത്തോളം ഉണ്ടെന്നാണ് ഈ രണ്ട് കവിതയിലൂടെയും മനസ്സിലാക്കി തരുന്നത്. രണ്ടും തമ്മിലുള്ള സാമ്യതയും വ്യത്യാസവും രണ്ട് എഴുതിയിട്ടാണ് നമ്മൾ താരതമ്യ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അരുൺ KPയുടെ ഈ അമ്മ എന്നുള്ളതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പൊൻകുന്നം വർക്കിയുടെ അമ്മ എന്നുള്ളതിൻ്റെ താരതമ്യ കുറിപ്പാണ് ഇപ്പോൾ നോക്കിയത്. ഈ ക്വസ്റ്റ്യൻ എൻ്റെ മാതാവിൽ നിന്ന് പോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അടിവരയിട്ട പദത്തിൻ്റെ പകരം പദം കണ്ടെത്തുക. ഈ വാക്കിൻ്റെ സ്നിഗ്ധഭാവങ്ങൾ എന്നുള്ളതിന് എന്താണ് സ്നേഹം നിറഞ്ഞ ഭാവം അല്ലേ. ഇതാണ് അതിൻ്റെ വാക്കിൻ്റെ മറ്റൊരർത്ഥമാണിത് അല്ലേ. സന്തോഷം നിറഞ്ഞ ഭാവമാണോ സങ്കടം നിറഞ്ഞ അല്ലേ. സ്നേഹം എന്നാണ് സ്നിഗ്ധ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. മാതാവിൽ നിന്ന് പോലും ലാളനയുടെ ഒരു സ്നേഹം നിറഞ്ഞ ഭാവം പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അതാണ് സ്നിഗ്ധഭാവം എന്നുള്ളത് കൊണ്ട് സ്നേഹം നിറഞ്ഞ ഭാവമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 അല്ലേ. പ്രവർത്തനം 3 കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. ഡാലിയ അമ്മൂമ്മയുടെ കഥാപാത്ര നിരൂപണം അല്ലേ. ജീവിത സാഹചര്യം, രൂപം, സ്വഭാവം, സഹജീവി സ്നേഹം, പ്രകൃതി സ്നേഹം, ജീവിത കാഴ്ചപ്പാട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഡാലിയ അമ്മൂമ്മയുടെ കഥാപാത്രം അല്ലേ. ഒരു കഥാപാത്രമാണ്. കഥാപാത്രത്തിൻ്റെ നിരൂപണം ഈ അമ്മയെക്കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യനെ ഡാലിയ അമ്മൂമ്മയുടെ പുയ എന്ന കഥ ഓർക്കുന്നില്ലേ. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഡാലിയമ്മൂമ്മയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മുകളിൽ കൊടുത്ത സൂചനകൾ ഉപയോഗിക്കാം അല്ലെ. ഈ സൂചനകൾ ഉപയോഗിച്ചിട്ട് കഥാപാത്ര നിരൂപണം അല്ലെ. ഈ കഥാപാത്രം ഡാലിയമ്മൂമ്മയെക്കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഡാലിയമ്മൂമ്മ എന്ന് ഹെഡിങ് കൊടുക്കുക അല്ലേ. കഥാപാത്ര നിരൂപണം അല്ലേ. കഥാപാത്ര നിരൂപണമാണിത്. ഡാലിയമ്മൂമ്മയുടെ പുയ എന്ന പാഠഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ഡാലിയമ്മൂമ്മ അല്ലേ. കേന്ദ്ര കഥാപാത്രമാണ് അല്ലേ. കഥാപാത്ര നിരൂപണമാണ് എഴുതേണ്ടത്. ആ കേന്ദ്ര കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ട് ഡാലിയമ്മൂമ്മയെ എഴുതുക. ആരെയും എതിർക്കാനുള്ള ശാരീരിക ബലം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഡാലിയമ്മൂമ്മയുള്ളത് അല്ലേ. ഇനി ഡാലിയമ്മൂമ്മയെ കുറിച്ചിട്ട് രണ്ടാമത് എഴുതുക അല്ലേ. ആരെ എതിർക്കാൻ ശാരീരിക ബലമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ആ അമ്മൂമ്മക്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നാൽ പ്രകൃതിയോടുള്ള അമിതമായ സ്നേഹവും ഡാലിയമ്മയുടെ ജീവിതത്തിൻ്റെ ഭാഗമായ പുഴയെ വിട്ടുപോകാനുള്ള മടിയും ഒക്കെയാണ് അവരെ ഇത്രയും ഭീതിപ്പെടുത്തുന്ന പുഴവക്കത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ. ആ പുഴവക്കത്ത് ജീവിക്കാനില്ലേ ഭീതിപ്പെടുത്തുന്ന ആ പുഴവക്കത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്. പ്രകൃതിയോടുള്ള പുഴയോടൊക്കെയുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ്. ഒഴിഞ്ഞു പോകാൻ വേണ്ടി പലരും വന്നെങ്കിലും അവരെയെല്ലാം ഓടിച്ചു വിടുകയാണ്. അവസാനം കളക്ടർ വന്നതോടുകൂടി ബലമായി കൊണ്ടുപോവുകയാണ്. പുഴയും ഈ പ്രകൃതിയും മാത്രമാണ് തൻ്റെ ജീവിതമെന്ന് കരുതിയിരിക്കുകയാണ് ഡാലിയമ്മൂമ്മ. മാത്രമല്ല സഹജീവികളെ പൊന്നുപോലെ നോക്കുന്ന സ്വഭാവവുമാണ്. ഈ പുഴയും പ്രകൃതിയൊക്കെയാണ് തൻ്റെ ജീവിതം എന്നാണ് ഡാലിയമ്മൂമ്മയുടെ വിചാരം അല്ലേ. സഹജീവികളിലെ മൃഗങ്ങളോട് മൃഗസ്നേഹിയാണ്, അതുപോലെ പ്രകൃതി സ്നേഹിയാണ് അല്ലെ. അമ്മൂമ്മനെ കുറിച്ചിട്ട് കഥാപാത്രം അല്ലെ. ഈ അമ്മൂമ്മനെ കുറിച്ചിട്ട് ഡാലിയമ്മൂമ്മയെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ആ അമ്മൂമ്മ എങ്ങനെയൊക്കെയാണ് ആ അമ്മൂമ്മയുടെ സ്വഭാവമാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ആ കഥയിലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കഥാപാത്രത്തിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് കഥാപാത്ര നിരൂപണം. ഇതിലുള്ള B ക്വസ്റ്റ്യൻ പാവം തള്ളയില്ലാ പിള്ള ഡാലിയമ്മൂമ്മ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ആരെയാണ് പാവം തള്ളയില്ലാ പിള്ള എന്ന് പറയുന്നത്. പെരുമ്പാമ്പിൻ കുഞ്ഞിനെയാണ് അല്ലെ. മൃഗസ്നേഹിയാണ് അല്ലേ ആ ഡാലിയമ്മൂമ്മ. പെരുമ്പാമ്പിൻ കുഞ്ഞിനെയാണ് പാവം തള്ളയില്ലാ പിള്ള തള്ളയില്ലാത്ത പിള്ള എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 4 ഡയറിക്കുറിപ്പ് തയ്യാറാക്കുക. ബന്ധുവായ രോഗിയെ കാണാൻ അച്ഛനും അമ്മയും പോയ തക്കം നോക്കി ലച്ചുവും അനുജൻ ലാലുവും പട്ടം പറത്താനായി പുറത്തിറങ്ങി. കളിക്കിടയിൽ ഉയർന്നു പറന്ന പട്ടം നൂൽ പൊട്ടി ലച്ചുവിൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. പാവം പട്ടം അവൾക്ക് സങ്കടമായി. കൂട്ടിനാരുമില്ലാതെ ആകാശത്തിൽ ഒറ്റയ്ക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയുടെ വിളി കേട്ട് അവൾ വീട്ടിലേക്ക് തിരികെ വന്നു. പക്ഷേ പട്ടത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ നിന്നും വിട്ടുപോയില്ല. മേശ വലിച്ചു തുറന്ന് ലച്ചു തൻ്റെ ഡയറി എടുത്തു. ക്വസ്റ്റ്യനെ പട്ടത്തെക്കുറിച്ചുള്ള എന്തൊക്കെ ചിന്തകളാവും ലച്ചു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക. അന്നത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞതില്ലേ. പട്ടം കയ്യിൽ നിന്നും വിട്ടുപോയി അല്ലേ. അപ്പോൾ അവളുടെ ആ സങ്കടങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പട്ടത്തെക്കുറിച്ചിട്ടുള്ള ഡയറി അന്ന് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ഡയറി എഴുതുമ്പോൾ തീയതിയും ദിവസവും ഇല്ലേ ഡേറ്റ് എഴുതണം അല്ലേ. മുകളിൽ ഡേറ്റ് ഏതാണ്, തീയതി ഏതാണ്, ദിവസം ഏതാണ് എഴുതണം. ഇന്നത്തെ ദിവസം എഴുതണം അല്ലേ. ആ ഡയറി ഇന്നാണ് എഴുതുന്നതെങ്കിൽ അല്ലേ.
ഇന്ന് എനിക്ക് വളരെ വിഷമകരമായ ഒരു ദിവസമായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ ഫീലിങ്സിൽ ഇന്ന് സങ്കടമാണോ സന്തോഷമാണോ എന്നുള്ള ദിവസം അങ്ങനെയാണ് തുടങ്ങേണ്ടത് അല്ലേ. ഞാനും എൻ്റെ അനിയൻ ലാലുവും കൂടെ പട്ടം പറപ്പിക്കാൻ പോയി. നല്ല രസമായിരുന്നു. പട്ടം ഞങ്ങൾ ഉയരത്തിലേക്ക് ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. എൻ്റെ പട്ടത്തിൻ്റെ നൂൽ പൊട്ടി. പിന്നെ എന്താ ഉണ്ടായത്? എൻ്റെ പട്ടം എങ്ങോട്ടോ പറന്നുപോയി. പാവം പട്ടം, ഞാൻ കാരണമല്ലേ പട്ടത്തിന് ആരുമില്ലാതെ ആയത്. ആകാശത്തിൽ അവൾക്ക് കൂട്ടിന് ആരെങ്കിലും ഉണ്ടാവുമോ? ആകാശത്ത് ഉയരത്തിൽ പറക്കുന്ന പട്ടത്തിന് ഭൂമിയെ ഒന്നായി കാണാൻ കഴിയുന്നുണ്ടാവുമോ? കാറ്റ് അവളെ അവസാനം എവിടെയെങ്കിലും ഉപേക്ഷിക്കുമോ? പട്ടത്തിന് പറന്നു പറന്നു ഈ ലോകം മുഴുവൻ കാണാൻ കഴിയും. അതുമാത്രമാണ് എനിക്ക് സന്തോഷം നൽകുന്നത്. പട്ടം ഒരുപാട് കാഴ്ചകൾ കണ്ടുമടുക്കുമ്പോൾ വീണ്ടും അടുത്തേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. അല്ലെ, പട്ടം എന്താണ് ഇങ്ങനെ കാറ്റത്ത് പറന്ന് പറന്ന് പട്ടത്തിനെന്താണ് കുറേ കാഴ്ചകൾ കാണാം. ആ ഒരു സന്തോഷം മാത്രമാണെന്നുള്ള ഒരു ആശ്വാസത്തിൽ എന്താണ് വീണ്ടും പട്ട കാറ്റത്ത് ഇങ്ങോട്ട് തന്നെ വരും അല്ലേ. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഈ ഡയറി നിർത്താം അല്ലേ. അപ്പോൾ ആ പട്ടം പോയി അല്ലേ, അന്ന് എന്തൊക്കെ നടന്നത് അല്ലേ, അതല്ലേ നമ്മൾ അന്നത്തെ ഡയറിയിൽ എഴുതുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. കാറ്റിൻ തുണയാലുയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു. ആരുടെ സഹായത്താലാണ് പട്ടം പറന്നുയർന്നത്? ആരുടെ സഹായത്താലാണ്? കാറ്റിൻ്റെ സഹായത്താലാണ് പട്ടം പറന്നുയർന്നത് അല്ലേ. കാറ്റത്തല്ലേ പട്ടം ഇങ്ങനെ പറക്കുന്നത്. മലയാളമാണ്, പുറത്തുനിന്നായിരിക്കും അധിക ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുപോലെ പാഠഭാഗത്തുനിന്ന് ഇങ്ങനെ താരതമ്യക്കുറിപ്പ്, അങ്ങനത്തെ ഓരോ കഥാപാത്ര നിരൂപണം അങ്ങനത്തെ ഒക്കെയാണ് ഉണ്ടാവുക. 5ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെയും അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുവാനായി ക്ലാസ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ എല്ലാം ലഭിക്കുന്നതാണ്. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ്. താഴെ കൊടുത്ത കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ കവിതയുടെ ആശയം എന്താണ്? ഈ കവിത നൽകുന്ന സന്ദേശം എന്താണ്? അല്ലെ, പദപ്രയോഗ ഭംഗി ഇതെല്ലാം വിശകലനം ചെയ്തിട്ട് ആസ്വാദന കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ആസ്വദിച്ചില്ലേ, കവിത ആസ്വദിച്ച് എഴുതുക അല്ലെ, ആസ്വാദന കുറിപ്പ് പോലെ എഴുതണം. രാധാകൃഷ്ണൻ എടച്ചേരിയുടെ പേ പിടിച്ച് അല്ലെ, ഭ്രാന്ത് പിടിച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം, ആശയം വരുന്നത് അല്ലെ. പേ പിടിച്ച്, ഭ്രാന്ത് പിടിച്ചില്ലേ, പേപ്പട്ടി എന്നൊക്കെ പറയല്ലേ, ഭ്രാന്ത് പിടിച്ച് അല്ലെ. പേ പിടിച്ച് എന്നുള്ള കവിതയാണ്. ലോറിയുണ്ട് റോഡിലൂടെ കുന്നിടിച്ച് പോണ്, ലോറിയുണ്ട് റോഡിലൂടെ പുയ നിറച്ച് പോണ്, ലോറിയുണ്ട് റോഡിലൂടെ കാട് വെട്ടിപ്പോണ്, നാട്ടുകാരെ റോഡിലൂടെ പേ പിടിച്ച് പോണ്. രാധാകൃഷ്ണൻ എടച്ചേരിയുടെ പേ പിടിച്ച് എന്ന കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആരുടെ കവിതയാണ്? താഴെയുണ്ടല്ലേ, രാധാകൃഷ്ണൻ എടച്ചേരിയുടെ ആണ്. അപ്പോൾ ആരുടെ കവിതയാണല്ലേ, ആസ്വാദന കുറിപ്പാണ്. അപ്പോൾ ആദ്യം ആരുടെ കവിതയാണ്, കവിതയുടെ പേരും എഴുതുക. പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയെല്ലാം ആണെന്ന് വളരെ വ്യക്തമായി ലളിതമായി ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു അല്ലേ. എങ്ങനെയൊക്കെയാണ് പ്രകൃതി നശിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമായിട്ട് വളരെ ചുരുക്കിയിട്ടാണ് ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുന്നിടിച്ച് ആ മണ്ണും കൊണ്ട് ലോറി റോഡിലൂടെ പോകുന്നതും പുഴയിലെ മണൽവാരിക്കാട്ടിലെ മരങ്ങൾ വെട്ടിയും റോഡിലൂടെ പോകുന്ന ലോറിയെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. ആദ്യം ലോറി എന്താണ്, കുന്നിടിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കുന്നിടിച്ചിട്ട് ആ മണ്ണൊക്കെ കൊണ്ട് ലോറി പോകുന്നതാണ് അതിൻ്റെ എന്ത് വരുന്നത്, അർത്ഥം അല്ലേ വരുന്നത് അല്ലേ. നെക്സ്റ്റ് പുഴയിലൂടെ ലോറി പോകുന്നു പറഞ്ഞാൽ പുഴയിലെ മണ്ണൊക്കെ വാരുന്നത് ആരാ, ലോറിയാണ് അല്ലേ. എല്ലാം ചെയ്യുന്നത് ലോറിയാണ്. അപ്പോൾ ആ ലോറിയിലൂടെയാണ് ആ കവിതകളെല്ലാം കാണിച്ചിരിക്കുന്നത് അല്ലേ, ഈ കവിതയിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. മരമൊക്കെ വെട്ടിയിട്ട് എല്ലാ പ്രകൃതിയെ നശിപ്പിക്കുന്ന അർത്ഥമാണ്, മീനിങ് ആണ് ഈ കവിതയിലെ അർത്ഥം വരുന്നത്. അവസാനം കാലാവസ്ഥാ വ്യതിയാനവും കാലം മാറിയുള്ള മഴപ്രളയം, ദുരിതങ്ങൾ ഇതിനെയെല്ലാം അനന്തരഫലമായി മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചു പോകുന്ന അവസ്ഥയുമാണ് കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അവസാനം നമ്മൾ മനുഷ്യന്മാർ ഭ്രാന്ത് പിടിച്ചിട്ടില്ലേ, ഇങ്ങനെ വെള്ളപ്പൊക്കം എല്ലാം പ്രകൃതിയുടെ എല്ലാ പ്രളയ ദുരിതങ്ങളില്ലേ, നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ എന്താണ് ഇങ്ങനത്തെ പ്രളയങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇല്ലേ. മരമൊക്കെയാണ് വെള്ളത്തെ തടഞ്ഞു നിർത്താൻ മരങ്ങളില്ലാതാവുന്നു. അപ്പോൾ എന്താണ് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് പോകുന്ന പേ പിടിച്ച് എന്ന് പറയുന്നത് അവസാന ഭാഗം അല്ലേ. വളരെ ലളിതമായ ഭാഷാപ്രയോഗമാണ് കവി ഉപയോഗിച്ചിട്ടുള്ളത്. ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദേശവും ആശയവും കവിതക്കുണ്ട്. പോണ്, പേ പിടിച്ച് തുടങ്ങിയ ആലങ്കാരിക പ്രയോഗങ്ങളും ഉണ്ട് അല്ലേ. ഈ പ്രയോഗങ്ങളിലെ പേ പിടിച്ച് എന്നൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രയോഗങ്ങളിൽ ആസ്വാദനക്കുറിപ്പാകുമ്പോൾ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ആ പ്രയോഗങ്ങൾ എഴുതണം. എല്ലാ കവിതയിലും നമുക്ക് ഇത് ഉപയോഗിക്കാം അല്ലേ. കവി എളുപ്പത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദേശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഉൾപ്പെടുത്താം. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളിൽ ആലങ്കാരിക പ്രയോഗങ്ങൾ ലാസ്റ്റ് എഴുതുക അല്ലേ. ലാസ്റ്റ് ഇതാ, നാട്ടുകാരോ റോഡിലൂടെ പേ പിടിച്ച് പോണില്ലേ, നാട്ടുകാർ ഭ്രാന്ത് പിടിച്ച് പോകുന്നില്ലേ, പ്രകൃതിയൊക്കെ നശിപ്പിച്ചിട്ട് അവസാനം എന്താണ് നാട്ടുകാർ പേ പിടിച്ച് പോണ് അല്ലേ. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു വാക്കാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതില്ലേ, പേ പിടിച്ച്, അതായത് ഭ്രാന്ത് പിടിച്ച് അല്ലേ. അപ്പോൾ ആ ഒരു പദപ്രയോഗം അല്ലേ, പദപ്രയോഗ ഭംഗി നമ്മൾ വിശകലിക്കണം അല്ലേ ആസ്വാദനക്കുറിപ്പാകുമ്പോൾ. അപ്പോൾ ആ പദപ്രയോഗങ്ങളും നമ്മൾ എഴുതണം. കവിതയുടെ പേര് ആരായത്, എന്താണ് ഈ കവിതയുടെ ആശയം വരുന്നത്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏത് ആസ്വാദനക്കുറിപ്പില്ല ഏതെങ്കിലും ഒരു കവിതയായിരിക്കും തരിക. അപ്പോൾ നിങ്ങളത് എന്താണെന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കുറിപ്പ് പോലെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6 അല്ലെ, പ്രവർത്തനം 6 അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക.
നനഞ്ഞൊലിച്ചുകൊണ്ട് ഓട്ടങ്ങളുടെ ഓർമ്മയാണ് ബാല്യകാലത്തെ മഴക്കാലം. ഇടവഴികളിലൂടെ സ്കൂളിലേക്കും വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചുമുള്ള സഞ്ചാരങ്ങളിൽ കുട കൂട്ട് ഉണ്ടായിരുന്നില്ല. ചെരിഞ്ഞു പെയ്യുന്ന മഴയിൽ കുടയില്ലായ്മയുടെ യാത്രാദൂരങ്ങൾ മഴ കൊണ്ട് തന്നെ ഓടിയളന്ന കാലം. അതേ തണുപ്പോടെ നനഞ്ഞൊട്ടി കുനി വിറച്ച് നിൽപ്പുണ്ട് ഇപ്പോഴും മനസ്സിൽ ഇറയത്ത്. ക്വസ്റ്റ്യനെ അർഷദ് ബത്തേരിയുടെ മഴയനുഭവം നിങ്ങൾ വായിച്ചില്ലേ? ഇതാണ് അർഷദ് ബത്തേരിയുടെ മഴയനുഭവം. മഴയുടെ എത്രയെത്ര ഓർമ്മചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒരു മഴയനുഭവത്തെക്കുറിച്ച് എഴുതി നോക്കൂ അല്ലേ, ഒരു മഴക്കാല അനുഭവം അല്ലേ. ഇതേപോലെ നിങ്ങൾക്ക് എന്താണ് ഈ വരികൾ അല്ലേ, ഇതൊക്കെ ഉൾപ്പെടുത്താം അല്ലേ. അന്ന് കുട ഉണ്ടായിരുന്നില്ല അല്ലേ, മഴ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെരും മഴ പെയ്തു അല്ലേ, നമ്മൾ കുട്ടികളെല്ലാം എന്താണ് മരത്തിൻ്റെ ചുവട്ടിൽ കയറി നിന്നു അല്ലേ. അപ്പം നിങ്ങൾ കണ്ട എന്തെങ്കിലും കാര്യം അല്ലേ, എന്താണ് വാഹനം എന്താണ് സ്പീഡിൽ വന്നിട്ട് ചളി തെറിപ്പിച്ചു, മഴത്തെന്താണ് റോഡിലെല്ലാം കുണ്ടുകളിലെല്ലാം വെള്ളം കെട്ടി നിന്നിരുന്നു, അതെല്ലാം നമ്മുടെ മേത്തായി എന്നൊക്കെ പറഞ്ഞ അനുഭവം. നിങ്ങൾക്ക് ഉണ്ടായ മഴ പെയ്യുമ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം നിങ്ങൾ വിശദീകരിക്കുക. അനുഭവക്കുറിപ്പാണ് ചോദിച്ചത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം, എങ്ങനെ എഴുതിയാലും മതി. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. വെള്ളിത്തൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊയ്യുന്നു. മഴ പൊയ്യുന്നത് എങ്ങനെയാണെന്നാണ് കവി പറയുന്നത്? എങ്ങനെയാണെന്നാണ് അല്ലേ, വെള്ളിയുടെ നേർത്ത കമ്പികൾ പോലെ അല്ലേ, ഇവിടെ പറയുന്നുണ്ട് വെള്ളിത്തൻ നേർത്ത കമ്പികൾ പോലെ. ഈ കവിതയിലുണ്ട് അതെങ്ങനെയാണ് അല്ലേ. അപ്പോൾ വെള്ളിയുടെ നേർത്ത കമ്പികൾ പോലെയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ പുതിയ സിലബസ് പ്രകാരം സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോസും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്.